ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റായ ഹോണസ്റ്റി പേസ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്ടിവിറ്റീസിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ വേണമെങ്കിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുൻപുള്ള എല്ലാ യൂണിറ്റ്സും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ സബ്ജക്ട്സ് വേണമെങ്കിലും അതും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റും വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചെറിയ പോയം തന്നിട്ടുണ്ട്. സോ മെനി ജോബ്സ്, നിരവധി ജോലികൾ. ഏതൊക്കെയാണ്? ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്, കർഷകർ വിളകൾ നടുകയും കൊയ്യുകയും ചെയ്യുന്നു. ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്, തയ്യൽക്കാരാണെങ്കിലോ ടോപ്പുകൾക്കുള്ള വസ്ത്രങ്ങളൊക്കെ തുന്നുന്നു. ഡോക്ടേഴ്സ് ഹീൽ ദ വീക്ക് ആൻഡ് ഇൽ, ഡോക്ടേഴ്സ് രോഗികളെയൊക്കെ സുഖപ്പെടുത്തുന്നു. പിന്നെയോ ഡാൻസേഴ്സ് ഡാൻസ് ഫോർ എസ് ടു ചിൽ, നർത്തകർ ഡാൻസേഴ്സ് എന്ത് ചെയ്യാണ്? നമുക്കായിട്ട് നൃത്തം ചെയ്യുന്നു, നമ്മളെ ചില്ലയിപ്പിക്കുന്നു. ആർട്ടിസ്റ്റ് ഡ്രോ ആൻഡ് പെയിൻറ്റ് വിത്ത് ഫ്ലെയർ, കലാകാരന്മാരോ നല്ല സമൃദ്ധമായിട്ട് വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പൈലറ്റ്സ് ഫ്ലൈ ദ പ്ലെയിൻസ് ഇൻ ദ എയർ, പൈലറ്റുമാർ വിമാനങ്ങൾ വായുവിൽ പറത്തുന്നു. വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ് വിത്ത് പ്രൈഡ്, തൊഴിലാളികൾ അവരുടെ ജോലി ഏതൊരു ജോലിയും അഭിമാനത്തോടുകൂടെ ചെയ്യുന്നു. ഓൾ ആർ ഈക്വൽ ഇൻ ദെയർ സ്ട്രൈഡ്, അതായത് അവരുടെ മുന്നേറ്റത്തിൽ എല്ലാവരും തുല്യരാണ്. ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. ഓരോരുത്തരുടെയും മുന്നേറ്റത്തിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ എന്താ ചോദ്യമുള്ളത്? വിച്ച് ആർ ദ ജോബ്സ് മെൻഷൻഡ് ഇൻ ദ പോയം, ഏതൊക്കെ ജോലികളാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? ഫാർമേഴ്സ്, ടൈലേഴ്സ്, ഡോക്ടേഴ്സ്, ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റ്, പൈലറ്റ്സ്, വർക്കേഴ്സ്. അടുത്ത ചോദ്യം, ഹാവ് യു സീൻ പീപ്പിൾ ഡൂയിങ് ദീസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ ഈ ജോലികളൊക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? യെസ്. നെയിം ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദീസ് ജോബ്സ്, ഈ ജോലികൾക്കൊക്കെ അവർ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ പേരെഴുതാനാണ്. അപ്പോൾ പ്ലഫ്, ടൈലർ മെഷീൻ, സ്റ്റെതസ്കോപ്പ്, പെയിൻറ്റുകൾ കേട്ടോ. പ്ലഫ് എന്ന് പറയുമ്പോൾ കലപ്പയാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് ലൈൻസ്, ഇനി പറയുന്ന വരികൾ വായിക്കുക. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്, കർഷകർ വിളകൾ നട്ടുപിടിപ്പിക്കുകയും കൊയ്യുകയും ചെയ്യുന്നു. പിന്നെ ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്, നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെ, ടൈലേഴ്സ് തുണികൾ എന്ത് ചെയ്യാണ്? തുന്നിപ്പിടിപ്പിക്കുന്നു. ഹിയർ ക്രോപ്സ് ആൻഡ് ടോപ്സ് ആർ റൈമിങ് വേർഡ്സ്, ക്രോപ്സ് ടോപ്സ് എന്ന് പറയുമ്പോൾ റൈമിങ് വേർഡ്സ് ആണ്. ഫൈൻഡ് ഔട്ട് അതർ റൈമിങ് വേർഡ്സ് ഫ്രം ദ പോയം, അപ്പോൾ വേറെ റൈമിങ് വേർഡ്സ് ഈ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ്. നമുക്ക് ഏതൊക്കെ എഴുതാം? ഇൽ, ചിൽ, പിന്നെ ഫ്ലെയർ, എയർ, പ്രൈഡ്, സ്ട്രൈഡ്, അവസാനം നമ്മൾ പറയുന്ന സമയത്ത് ഏകദേശം ഒരേപോലെയുള്ള വാക്കുകളാണ് കേട്ടോ ഈ റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത്. Activity 2, here are the pictures of some workers and their tools. Match them with their tools. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം വർക്കേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടൂൾസ് ഏതാണോ അതായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ മാച്ച് ചെയ്താലോ? ഇതുപോലെ മക്കൾ ഓരോരുത്തരുടെയും ഡോക്ടറുണ്ട്, പിന്നെ കാർപ്പൻ്റർ ഉണ്ട്, പെയിൻറ്റർ ഉണ്ട്, സ്വീപ്പർ ഉണ്ട്, അങ്ങനെ പിന്നെ ബാർബർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടേതും മക്കൾ മാച്ച് ചെയ്യാട്ടോ. മേക്ക് ആൻ ആൽബം യൂസിങ് പിക്ചേഴ്സ് ഓഫ് ജോബ് ആൻഡ് ടൂൾസ്. അപ്പം നിങ്ങളോട് ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഓരോ ജോലികളും അവരുടെ ഉപയോഗിക്കുന്ന ടൂൾസും ഏതൊക്കെയാണെന്ന്. അപ്പം നമുക്കിവിടെ ആൽബത്തിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. ജോബ് എന്തൊക്കെ എഴുതാം? ഡോക്ടർ, ടീച്ചർ, പെയിൻറ്റർ, ഡ്രൈവർ, എൻജിനീയർ, ഫാർമർ, അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ജോലികളൊക്കെ എഴുതട്ടോ. ടൈലർ എഴുതാം. അവരുടെ ടൂൾസ് നമുക്ക് അതിന് നേരെ എഴുതാം. ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ, ഈ പട്ടിക പൂർത്തിയാക്കാനാണ് അടുത്തത്. ജോബ്സ്, ജോലികൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു ദേ ഡു, അവരെന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പുറത്ത് എഴുതണം. ഇപ്പോൾ ഡോക്ടർ ട്രീറ്റ്സ് ദ പേഷ്യൻസ്, പേഷ്യൻസിനെ പരിശോധിക്കുകയാണ്, രോഗികളെ പരിശോധിക്കുകയാണ്. ഇനി ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചിങ് സ്റ്റുഡൻസ്, പിന്നെ പെയിൻറ്റർ എന്താണ് ചെയ്യുന്നത്?
പെയിൻറ്റ്സ് വാൾ അല്ലേ, പെയിൻ്റ് അടിക്കുകയാണ്. പിന്നെ സ്വീപ്പർ സ്വീപ്പ് ദ ഫ്ലോർ. ഇനി ആക്ടിവിറ്റി 3 ആണ്. റൈറ്റ് എ റൈം ലൈക്ക് ദ വൺസ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്നത് പോലെ നിങ്ങളോടും ഒരു ചെറിയ കുഞ്ഞു കവിത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ കവിത എന്താണ്? ഐ ആം എ ടീച്ചർ ഇൻ ദ ടൗൺ, ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ്, ഇറ്റ്സ് മൈ ജോബ് ദാറ്റ്സ് വാട്ട് ഐ ഡു, ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. എന്താണ്? ഞാൻ ഈ നഗരത്തിലെ ഒരു അധ്യാപികയാണ്. ദിവസം മുഴുവനും ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇത് എൻ്റെ ജോലിയാണ്. അതാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു ജോലിയാണ്. പിന്നെ ടൈലർ എന്താ പറയുന്നത്? ഐ ആം എ ടൈലർ ഇൻ ദ ടൗൺ, ഓൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് എ ഗൗൺ, ഇറ്റ്സ് മൈ ജോബ് ദാറ്റ്സ് വാട്ട് ഐ ഡു, ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഞാൻ പട്ടണത്തിലെ ഒരു തയ്യൽക്കാരനാണ്. ദിവസം മുഴുവൻ ഞാൻ ഒരു ഈ ഡ്രസ്സൊക്കെ തുന്നുകയാണ്. ഇത് എൻ്റെ ജോലിയാണ്. അതാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മറ്റൊരു ജോലിയെക്കുറിച്ചിട്ട് ഒരു കുഞ്ഞു പോയം എഴുതണം. അപ്പോൾ ഡോക്ടറെ കുറിച്ചിട്ട് എഴുതാം. ഐ ആം എ ഡോക്ടർ ഇൻ ദ ടൗൺ, ഓൾ ഡേ ലോങ് ഐ ട്രീറ്റ് പേഷ്യൻസ്, ഇറ്റ്സ് മൈ ജോബ് ദാറ്റ്സ് വാട്ട് ഐ ഡു, ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. അല്ലേ, ഞാനൊരു ഡോക്ടറാണ്. ഞാൻ എല്ലാ ദിവസവും എന്താണ് ഒരുപാട് രോഗികളെ ചികിത്സിക്കുന്നു. എൻ്റെ ജോലിയാണ് ഇത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലിയാണ്. അത്ര തന്നെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലൈനും തേർഡും ഫോർത്തും എന്താണ് സെയിം ആണ്. രണ്ടാമത്തെ ലൈന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ജോലി ഫസ്റ്റ് ലൈനിൽ ടീച്ചർ ആ ഒരു ജോലി ഏതാണെന്ന് വെച്ചാൽ അത് മാറ്റം വരുത്തുക. രണ്ടാമത്തെ ലൈനിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് എഴുതുക. അടുത്തത് ആക്ടിവിറ്റി 4 മാച്ച് ദ വേർഡ്സ് മേക്ക് പെയേഴ്സ്. അപ്പോൾ ജോബ്സ് വെഹിക്കിൾസ്, ജോലിയും അവരുടെ വാഹനങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾ മാച്ച് ചെയ്തിട്ട് ആ പെയറിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ ജോബ്സ് ഏതൊക്കെയാണ്? ബോട്ട്മാൻ, ഡ്രൈവർ, പൈലറ്റ്, ലോക്കോ പൈലറ്റ്, ക്യാപ്റ്റൻ. വെഹിക്കിൾസോ? ഷിപ്പ്, ബോട്ട്, ട്രെയിന്, ബസ്, എയർക്രാഫ്റ്റ്. അപ്പോൾ ബോട്ട്മാൻ്റെത് ഏതാണ്? ബോട്ടാണ് അല്ലേ. ഡ്രൈവറുടേത് ബസ്സാണ്. പൈലറ്റ് ഏതാണ്? എയർക്രാഫ്റ്റ് ആണ്. ലോക്കോ പൈലറ്റ് ട്രെയിനാണ്. ക്യാപ്റ്റൻ ഷിപ്പ് അല്ലേ. ഓക്കെ അല്ലേ. ആക്ടിവിറ്റി 5 ആണ്. ഡ്രോ ആൻഡ് സ്പീക്ക് അല്ലേ, വരച്ച് പറയാനാണ്. ഒന്നാമത്തെ ആരാ? സ്റ്റെതസ്കോപ്പ്. അപ്പോൾ സ്റ്റെതസ്കോപ്പിൻ്റെ ചിത്രമുണ്ട്. ഐ ക്യാൻ ടെസ്റ്റ് യുവർ ഹാർട്ട് ബീറ്റ്, ഞാൻ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ടെസ്റ്റ് ചെയ്യുമെന്ന്. പിന്നെ അടുത്തത് ബ്രൂമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ചൂലിൻ്റെ ചിത്രം വരയ്ക്കുക. ഐ ക്യാൻ ക്ലീൻ ദ ഫ്ലോർ, ഞാൻ നിലമൊക്കെ ഫ്ലോറൊക്കെ ക്ലീൻ ആക്കും അല്ലേ, അടിച്ചു വാരി ക്ലീൻ ആക്കും. പിന്നെ പെയിൻറ്റിങ് ബ്രഷാണ് മൂന്നാമത്തേത്. അപ്പം നിങ്ങൾ പെയിൻറ്റിങ് ബ്രഷിൻ്റെ പിക്ചർ അവിടെ വരയ്ക്കുക. എന്നിട്ട് എഴുതുക ഐ ക്യാൻ പെയിൻറ്റ് എ പിക്ചർ. ആക്ടിവിറ്റി 6 ദ ഫാർമർ നറേറ്റ് ദ ഹോൾ സ്റ്റോറി ടു ദ കിങ്, കംപ്ലീറ്റ് ഇറ്റ്. ഫാർമർ എന്താണ്? കർഷകന് കഥ മുഴുവൻ രാജാവിനോട് പറയാണ്. അപ്പോൾ നിങ്ങളത് പൂർത്തിയാക്കണം. കർഷകൻ എന്താ പറയുന്നത്? ഐ ആം എ ഫാർമർ, ഞാനൊരു കർഷകനാണ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഐ ലേൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. എൻ്റെ കുറേ വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഞാൻ ഒരു ഗോൾഡ് കോയിൻ സ്വന്തമാക്കി അല്ലേ, വാങ്ങി. പിന്നെ എന്ത് പറയും? ഐ കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ യുവർ പാലസ് വാൾ, ഐ കം ടു ദ പാലസ് ടു കളക്ട് ടു മൈ ഗോൾഡ് കോയിൻ. അല്ലേ, നിങ്ങളുടെ കൊട്ടാരത്തിൻ്റെ ചുവരിൽ ഞാൻ ആ സ്വർണ്ണ നാണയം സൂക്ഷിച്ചു. എൻ്റെ സ്വർണ്ണ നാണയങ്ങൾ ശേഖരിക്കാനാണ് ഞാൻ കൊട്ടാരത്തിൽ വരുന്നത്. അങ്ങനെ കർഷകൻ രാജാവിനോട് ആ ഒരു സ്വർണ്ണ നാണയം സൂക്ഷിച്ച ആ ഒരു കഥ പറയാണ് അല്ലേ. ആക്ടിവിറ്റി 7 ആണ്. എവ്രി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ് ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. ഹിസ് വൈഫ് സെഡ്. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. വാട്ട് മേ ബി ഹിസ് തോട്ട്സ്? റൈറ്റ് ഡൗൺ. ആ കർഷകൻ്റെ ഭാര്യ പറയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ഒരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും നിങ്ങളുടെ കീശ കാലിയാണെന്നല്ലേ, പോക്കറ്റ് കാലിയാണെന്ന്. അത് പറയുന്ന സമയത്ത് കുറച്ച് ദേഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അത് പറയുന്ന സമയത്ത് കർഷകൻ എന്താണ്, ഒരു വാക്ക് പോലും മിണ്ടാതെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ എന്തായിരിക്കും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുക? ഒരു സമയത്തും എൻ്റെ ഭാര്യ ഇതുവരെ എന്നോട് പ്രത്യേകിച്ച് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അല്ലേ, ഇതെങ്കിലും എനിക്ക് സാധിപ്പിച്ച് കൊടുക്കണം, അപ്പോൾ ഈ ഒരു ഗോൾഡ് കോയിന് എടുക്കണം എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്ക് എഴുതാം
She has never demanded anything till now. How can I take her to the carnival? Suddenly he remembered the gold coin. He thought about taking it from the palace. Activity 8. The gods took the farmer to the king. What would be the conversation between the king and the farmer? കൊട്ടാരത്തിലെ കാവൽക്കാർ കർഷകനെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ രാജാവും കർഷകനും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും? കോൺവെർസേഷൻ എന്തായിരിക്കും? കിങ് രാജാവ് എന്താ പറയുക? ഹു ആർ യു? നിങ്ങൾ ആരാണ്? അപ്പോൾ കർഷകൻ എന്ത് പറയും? ഞാനൊരു കർഷകനാണ്. ഐ ആം എ ഫാർമർ. അപ്പോൾ കിങ് ചോദിക്കുകയാണ്, വൈ യു കം ടു ദ പാലസ്? എന്തിനാണ് നീ പാലസിലേക്ക് വന്നത്? അപ്പോൾ ഫാർമർ പറയാണ്, ടു കളക്ട് മൈ ഗോൾഡ് കോയിൻസ്. ഞാൻ എൻ്റെ ഗോൾഡ് കോയിൻ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, വൈ യു കെപ്റ്റ് ദ കോയിൻ ഹിയർ? നീ എന്തുകൊണ്ടാണ് കോയിൻ ഇവിടെ സൂക്ഷിച്ചത്? അപ്പോൾ ഫാർമർ പറയാണ്, ഐ തോട്ട് ഇറ്റ് വാസ് എ സേഫ് പ്ലേസ്. ഇത് ഒരു സുരക്ഷിതമായ സ്ഥലമാണെന്ന് അയാൾക്ക് തോന്നിയെന്ന്. അപ്പോൾ കിങ് പറയാണ്, ഓക്കെ ലെറ്റ് മീ ലുക്ക്. ഓക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ്. Activity 9. The farmer and his wife went to the carnival. Look at the picture and describe the scene. അപ്പോൾ കൃഷിക്കാരനും കർഷകനും ഭാര്യനും കൂടെ ആ ഒരു കാർണിവൽ കാണാൻ പോയി. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ്, ഈ ഒരു ചിത്രത്തിലുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അവിടെ കാർണിവലിൽ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബലൂണുകളും കളിക്കുന്ന സാധനങ്ങളും മധുരങ്ങളും മുട്ടായികളും ഡ്രസ്സും ഒക്കെ വിൽപ്പനയ്ക്ക് ഉണ്ട് അല്ലേ. പിന്നെ ആന ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനുണ്ട്. ഇനി മക്കൾക്ക് കിട്ടുന്ന പോയിൻസും കൂടെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക കേട്ടോ. ആക്ടിവിറ്റി 10. കളർ ദ പിക്ചർ. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ചിത്രം നിങ്ങൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്കൾ നല്ല രീതിക്ക് തന്നെ കളർ കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി 11. പിക്ക് അപ്പ് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കഥയിൽ നിന്ന് അതിൻ്റെ ബാക്കി ഭാഗം എടുത്തിട്ട് പൂർത്തിയാക്കണം. ഒന്നാമത്തത് എന്താണ്? ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, അല്ലേ, നിരവധി വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഹി ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. എ ഫാർമർ ലിവ്ഡ് ഇൻ എ ഡാഷ്, എന്താണ്? വില്ലേജ്. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ ഗോൾഡ് കോയിൻസ്, അല്ലേ, രാജാവ് ഇങ്ങനെ ഗോൾഡ് കോയിൻസിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കാൻ തുടങ്ങി. കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ, എവിടെയാണ്? വാൾ. The soldiers chased the farmer, caught him, dash to the palace. Oh, it is a carnival. അതൊരു കാർണിവലാണ്. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. എനിക്കത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആരാണ് പറഞ്ഞിരുന്നത്? കർഷകൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ നോട്ട് ബുക്കിലേക്ക് എഴുതാം. ഇനി ആക്ടിവിറ്റി 12 ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. താഴെ പറയുന്ന വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് അതിന് മേച്ചാവുന്ന അനുയോജ്യമായ വാക്കുകൾ കൊണ്ട് പൂരിപ്പിച്ച് ആ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ്. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ താമസിച്ചിരുന്നു. ഹി വാസ് ഹാർഡ് വർക്കിംഗ്. അവന് കഠിനാധ്വാനിയായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ. അവൻ ഒരു നാണയത്തിലേക്ക് നോക്കി. ഇറ്റ് വാസ് ഷൈനിങ്. അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ദ ഗോഡ്സ് കോഡ് ഹിം. എന്താണ്? കാവൽക്കാർ അവനെ പിടികൂടി. ദേ ടുക്ക് ഹിം ടു ദ പാലസ്. അവർ അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇനി ദ കിങ് സോ ദ ഫാർമർ. രാജാവ് കർഷകനെ കണ്ടു. ഡാഷ് വണ്ടേഡ്. അവൻ അത്ഭുതപ്പെട്ടു. എന്താ പറയുക? ഹി വണ്ടേഡ്. ദ ഗാർഡ്സ് ചേസ്ഡ് ദ ഫാർമർ. കാവൽക്കാർ കർഷകനെ ഓടിച്ചു. ഡാഷ് ബ്രോട്ട് ഹിം ടു ദ കിങ്. അവർ അവനെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എങ്ങനെയാ പറയാ? ഹി ബ്രോട്ട് ഹിം ടു ദ കിങ്. പിന്നെ ദ ഫാർമേഴ്സ് വൈഫ് വാസ് ആംഗ്രി. കൃഷിക്കാരൻ്റെ ഭാര്യ, കർഷകൻ്റെ ഭാര്യ ദേഷ്യത്തിലാണ് അല്ലേ. ഡാഷ് സ്കോൾഡഡ് ഹിം. അപ്പോൾ അയാളെ അവൾ ശകാരിച്ചു എന്നാണ് വേണ്ടത്. അപ്പോൾ അവൾ എന്നുള്ളത് എന്താ പറയുക? ഷീ സ്കോൾഡഡ് ഹിം. ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.